ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്, കാരണം ഓണത്തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്രാടം മുതലുള്ള വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്നും വിരിഞ്ഞ പൂക്കളും കൂടി പറിച്ചെടുക്കുകയാണ് കേട്ടോ. തലേ ദിവസം രാത്രി തന്നെ നമ്മൾ മുഴുവൻ പൂക്കളും പറിച്ചു വെച്ചതാണ്. എന്നാലും പിറ്റേ ദിവസം രാവിലെ കുറച്ചുകൂടി വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിരിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായി വിരിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാം പറിച്ചെടുത്തു കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഓർഡറുകളാണ് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, തലമുടി വെട്ടിയും കഴിഞ്ഞിട്ട് തല മുട്ടയടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഈ ചെണ്ടുമല്ലിപ്പൂക്കളൊക്കെ അങ്ങോട്ട് പറിച്ചും കഴിഞ്ഞിട്ട് ഈ ചെടികളെ അങ്ങോട്ട് മുട്ടയടിച്ച് നിർത്തിയിരിക്കുന്നത് പോലെ ആക്കി. അങ്ങനെ നമ്മൾ പറിച്ച പൂക്കളൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ചൊരിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, കണ്ണ് നിറച്ച് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച്, അതായത് ഇത് സന്ധ്യയുടെ വീട്ടിൽ കുറച്ച് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടു. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സുമച്ചേച്ചിയുടെ വീട്ടിലും കുറച്ച് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഓരോ ഓർഡറിനനുസരിച്ച് നമ്മൾ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരൊക്കെ എത്ര രൂപയ്ക്ക് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മളിങ്ങനെ കിറ്റുകളിൽ തൂക്കം നോക്കി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പേരൊക്കെ എഴുതി ഇങ്ങനെ വെക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ജോലിയായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ചെണ്ടുമല്ലി ഇനി കഴിഞ്ഞു പോകുമെന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. ഒരു സൈഡിൽ ഞങ്ങൾ കുറച്ച് പച്ചമുളകൊക്കെ വെച്ചിരുന്നു. അതാണെങ്കിലും എന്താ പറയുക, അടിമുടി പച്ചമുളക് ഉണ്ടായിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കൃഷി എന്ന് പറഞ്ഞത് നമ്മുടെ ഏതൊരു കാര്യത്തിൻ്റെ ഇടയിൽ കൂടിയും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കേട്ടോ. മുഴുവൻ സമയം കർഷകരായിട്ട് നിന്നില്ലെങ്കിൽ പോലും നമുക്ക് സൈഡായിട്ടും ഈ കൃഷിക്കാര്യങ്ങളും കൂടി കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തുമ്പയും കുറച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് തൊട്ടടുത്തുള്ള സുമചേച്ചിയുടെ വീട്. ഇവർക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ മാല കെട്ടുന്ന ജോലിയാണ് കേട്ടോ ഈ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും. അപ്പോൾ ഇവരിതാ നിറമാലയ്ക്കുള്ള പൂമാലയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാർ ഷെഡിലൊക്കെ ഞങ്ങളൊരു തുണിയൊക്കെ വിരിച്ചും കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നും കഴിഞ്ഞ് ചൊരിഞ്ഞ് തൂക്കം നോക്കിയും കഴിഞ്ഞ് ഇങ്ങനെ കിറ്റുകളിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ ഞങ്ങൾ വേഗം വണ്ടി ഉണ്ടല്ലോ എല്ലാവർക്കും, അപ്പോൾ വണ്ടിക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. ചിലരൊക്കെ വീട്ടിൽ വന്നും കഴിഞ്ഞ് വാങ്ങി. അങ്ങനെ തകൃതിയായിട്ട് ഞങ്ങളുടെ കൃഷി കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ നമുക്ക് പാചക പരിപാടികളുണ്ടല്ലോ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഇഞ്ചിക്കറി, അതുപോലെ തന്നെ കുറുക്ക് കാളനി, ഇതൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടുകാർ ഒത്തിരി പേര് കുക്കിംഗ് വീഡിയോകൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ നോക്കി കഴിഞ്ഞിട്ട് ഇത്തിരിയും കൂടി നല്ല ടേസ്റ്റിലാണ് കേട്ടോ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അതൊരു ഉപകാരം തന്നെയാണ് അല്ലേ. നമ്മൾ നമ്മുടെ ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അകലിരിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, അവരായിട്ട് കൂട്ടുകൂടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ നിന്ന് നമുക്കറിയാത്ത ചില പാചക നുറുങ്ങുകളൊക്കെ പഠിച്ചെടുത്തും കഴിഞ്ഞ് അതൊക്കെ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കറികളിലൊക്കെ അതുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇതിനിടയ്ക്ക് നിലവിളക്കും ചന്ദനത്തിരി കുത്തുന്ന തട്ടും ഒക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ മൗഗ്ലിക്ക് പേടിയായി ഏതെങ്കിലും കള്ളം എടുത്തുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് മൗഗ്ലി വേഗം നിലവിളക്ക് വെച്ചിരിക്കുന്ന അവിടെ കിടക്കുകയാണ് കേട്ടോ. കോഴിമക്കൾക്കാണെങ്കിൽ 10 ദിവസം വെക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. രാവിലെ തന്നെ തുറന്നു വിടും, അവരിങ്ങനെ കളിച്ച് നടക്കുകയാണ് കേട്ടോ. പിന്നെ മുറ്റത്തുനിന്ന് ചെറിയ ചെങ്കല്ലുകൾ പറക്കി എടുത്തും കഴിഞ്ഞിട്ട് അത് അരച്ചും കഴിഞ്ഞിട്ട് നമ്മളിതായി തൃക്കാക്കരയപ്പനുമേ തേക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു കളർ വരും കേട്ടോ. ഇതൊക്കെ നല്ല രസമുള്ള ജോലികളാണ് കേട്ടോ. ചിഞ്ചു അരച്ച് തേക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട ചിഞ്ചു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 കിറ്റ് പൂക്കൾ നമ്മുടെ വീട്ടിലും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ചിഞ്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. വലിയൊരു കളമൊക്കെ ഇടാലോ എന്നും പറഞ്ഞ് ചിഞ്ചു അത് കട്ട് ചെയ്യാനൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റും കഴിഞ്ഞിട്ട് പൂക്കളം ഇട്ടു. അതുപോലെ തന്നെ പൂക്കളം ഇട്ടത് ചിഞ്ചുവാണ് കേട്ടോ. ഞാൻ അരിമാവ് കൊണ്ടൊക്കെ അണിഞ്ഞ് നമ്മുടെ തൃക്കാക്കരയപ്പനൊക്കെ വെച്ചു. രമേശ് ചേട്ടനാണ് പൂജിച്ചും കഴിഞ്ഞ് ഈ ഓണം കൊണ്ടത് കേട്ടോ. മിക്ക വർഷവും നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുള്ള വാലായ്മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓണം അങ്ങോട്ട് കൊള്ളാനായിട്ട് പറ്റാറില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് ഇപ്രാവശ്യം കേട്ടോ. പിന്നെ മുത്ത് കൂടെ ഇല്ലെങ്കിലും മുത്ത് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ലണ്ടനിൽ അവർക്ക് ഒത്തിരി മലയാളി ഫാമിലികളൊക്കെ ഉണ്ട്. അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് സദ്യവട്ടമൊക്കെ ഉണ്ടാക്കി അതുപോലെ പുറത്തൊക്കെ പോയി സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ
ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയെന്നും പറഞ്ഞാൽ അവൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കറികളൊക്കെ ആയിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. ഉച്ചയ്ക്ക് സദ്യ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ എല്ലാ കറികളും വിളമ്പിയിട്ടില്ല, കാരണം ഇത് ചിഞ്ചുവിൻ്റെ ഇല്ലയാണ്. പക്ഷെ ചിഞ്ചു മാത്രമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചിഞ്ചുവിന് ചിലത് ഇഷ്ടം ചിലത് ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിഞ്ചു പിടിച്ച ഇലയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഓണം കൊള്ളുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാറൊക്കെ ഇറക്കി കഴിഞ്ഞ് നമ്മുടെ അടുത്ത വീട്ടിൽ മോളി ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്ത് ഇട്ടു. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഇഷ്ടം പോലെ പൂക്കളം ഇടാനൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ അന്ന് കോഴിമക്കൾക്ക് അവർ നടക്കുന്ന വഴിയിലൊക്കെ അരിമണിയും നെൽമണിയും ഇതൊക്കെ ഇങ്ങനെ വെതറിയിട്ട് ഇങ്ങനെ ചിഞ്ചു വെച്ചിരുന്നു കേട്ടോ. ചേമ്പിൻ്റെ കടക്ക വരെയും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോണ വഴി കോഴിക്കൂണ്ട സൈഡിലൊക്കെ. അതായത് ഇന്ന് അവർക്ക് ഒന്നിനും ഒരു ക്ഷാമം ഉണ്ടാവാൻ പാടില്ല. അവർ നടക്കുന്ന സ്ഥലത്തൊക്കെ സമൃദ്ധമായിട്ട് ഇങ്ങനെ തീറ്റകൾ വേണം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലായിടത്തും വെതറിയിട്ടത്. മൗഗ്ലിക്കുട്ടനാണെങ്കിൽ പച്ചക്കറി വേവിക്കുന്ന കണ്ടപ്പോൾ തുടങ്ങി മൗഗ്ലിക്കുട്ടൻ കിച്ചണിൻ്റെ വാതുക്കന്ന് എണീറ്റും കഴിഞ്ഞ് മുറ്റത്ത് പോയി കിടക്കണം ചെയ്തത് കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ മുൻപ് മീൻ വറുത്തതൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു ഇല ഇട്ടും കഴിഞ്ഞിട്ട് അവനും റിയയ്ക്കും ചോറും ആ മീൻ കഷ്ണങ്ങളും നമ്മൾ പുറത്ത് നമ്മുടെ കോഴിക്കൂടിൻ്റെ ഭാഗത്ത് വെച്ചും കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തു വിട്ട. കാരണം ഇപ്പുറത്തൊന്നും ഒരു മീനിൻ്റെ സ്മെല്ല് ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ പക്ഷി മൃഗാദികളെ എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പൊന്നോണം നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. ഇതിനിടയ്ക്ക് ഞാനും ചിഞ്ചും ഡ്രസ്സുകളൊക്കെ വാങ്ങി വെച്ചത് എല്ലാം ഷേപ്പ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം എവിടെ ചെന്നാലും തിരക്കാണ് കേട്ടോ. അവർക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് തരാനൊന്നും പറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിഞ്ചു കൊടുത്ത ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് രമേശേൻ്റെ കൂടെ പോയതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ 2 ചുരിദാർ ടോപ്പ് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഓണത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം തന്നാൽ മതി എന്നും പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂക്കളത്തിന് കാവൽ കിടക്കാൻ കേട്ടോ മൗഗ്ലിക്കുട്ടൻ. അവനിപ്പോൾ ഓണം കൂടി വെച്ചതുകൊണ്ട് ഇവിടുന്ന് അനങ്ങി കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷെ നമ്മുടെ കോഴിമക്കളൊന്നും ഇത് ചിക്കി ചകഞ്ഞൊന്നുമില്ല കേട്ടോ. അവർക്കും എന്തോ ഒരു അത്ഭുതം പോലെയാണ്. അവർ ആ സൈഡിൽ കൂടെയാണ് നടക്കുക. ഇവിടെ എത്തുമ്പോൾ അവർ ഓടി നീങ്ങാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പഠിക്കൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ഈ ഓണം വെച്ചിരിക്കുന്നത് വരെ പൂ കൊണ്ടൊരു വഴി ഉണ്ടാക്കും കേട്ടോ. മാവേലി ആ വഴിയിലൂടെയാണ് വന്ന് നമ്മുടെ വീട്ടിൽ കയറാമെന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക കേട്ടോ. അതുപോലെ ഓണമൊക്കെ കൊണ്ടതിനൊക്കെ ശേഷം ഓണം കളി കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഓണം. അതുകൊണ്ട് ഞാനും രമേശേട്ടൻ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങ് അകലേന്ന് ഓണപ്പാട്ട് കേൾക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഫ്രണ്ട് രജനീനെ വിളിച്ച് ചോദിച്ചു എവിടെയെങ്കിലും ഇന്ന് ഓണം കളി ഉണ്ടോയെന്ന്. അപ്പോഴാണ് അഷ്ടമിച്ചിറ കാട്ടിക്കരക്കുന്നിൽ ഓണം കളി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ വേഗം ഞങ്ങൾ 2 പേരും അങ്ങോട്ട് പോയി. അപ്പോൾ ചിഞ്ചുവിന് വരാൻ ഇഷ്ടമില്ല കേട്ടോ. കാരണം മുത്തും കൂടി ഉണ്ടെങ്കിലാണ് ചിഞ്ചുവിന് നല്ല ഇൻട്രസ്റ്റ്. അപ്പോൾ ചിഞ്ചു പറഞ്ഞു വേണ്ട ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴേക്കും ഓണം കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇരിക്കാനായിട്ട് സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ കളിയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നല്ല. ഒരുപാട് സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള പല ടീമുകളുടെ കളിയായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അപ്പോൾ നമുക്കിങ്ങനെ പച്ച ബ്ലൗസ് ഡ്രസ്സ് സെറ്റ് എടുക്കുമ്പോൾ തോന്നും ആഹാ ഇതാണ് ഏറ്റവും ഭംഗിയെന്ന്. അടുത്തത് വരിക നീലയായിരിക്കും, അപ്പോൾ തോന്നും അതാ ഭംഗിയെന്ന്. പിന്നെ മെറൂൺ, അങ്ങനെ എന്തിനു പറയണ്. ഇവരുടെ വേഷവും കളിയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. കാരണം നല്ല പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. കാരണം അത് മാതിരിയാണ് ഇവർ കളിക്കുന്നത്. ഇനിയിപ്പോൾ അവർ അവരുടെ സ്റ്റെപ്പിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അവർ നല്ല ചിരിച്ച സന്തോഷമായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലേ. ചിലർ ആയാസപ്പെട്ടൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ കളിയിലേക്കാണ് ശ്രദ്ധിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഇതെന്താണ് അവർക്ക് പ്രാക്ടീസ് പോരെ എന്നൊക്കെ തോന്നും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല രസമായിട്ടുള്ള കളിയാണ്. ഞാനങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു സ്വപ്നം കണ്ട് നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിന്നു. നല്ല പാട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചില ടീമുകളാണെങ്കിൽ പാടിയിട്ടാണ് കളിക്കുന്നത്. പാടി കളിക്കുന്ന കളികൾ പിന്നെ നമുക്കിതിൽ കൊടുക്കാൻ ഏറ്റവും സുഖമാണ് അല്ലേ. അല്ലാതെ ഇങ്ങനെയുള്ളത് പാട്ടിട്ടിട്ട് കളിക്കുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ പറ്റൂലല്ലോ. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പതിയാരി ക്ഷേത്രത്തിൽ 2 വർഷം മുൻപ് ഇതുപോലുള്ള കളികൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒത്തിരി കളികളൊക്കെ കളിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കളികളൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഒന്നും നമ്മൾ ഇതുപോലത്തെ കളികൾക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. മുത്തിൻ്റെ ലണ്ടനിലേക്കുള്ള പോക്ക് പ്രമാണിച്ച് ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കേണ്ടിയൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കളികൾക്കൊന്നും ഞാൻ ചേർന്നില്ല കേട്ടോ.
കളിക്കാനൊന്നുമില്ല, പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരു ആൾ വന്ന പറഞ്ഞില്ലേ ഈ കുട്ടി കളിക്കാനില്ല, അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് അങ്ങനെ 1.5-2 മണിക്കൂറോളമൊക്കെ ഞാനും രമേശേട്ടനും അവിടെ നിന്ന് ഓണംകളി കണ്ടു കേട്ടോ. ഇനി നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനാണെങ്കിൽ സീറ്റില്ല. നിന്നാണെങ്കിൽ കാലൊക്കെ കഴച്ച് ഇത്ര നേരം ഒരു സ്വപ്നം കണ്ട് നിൽക്കുന്ന പോലെ നിന്നു. ഇപ്പം നോക്കിയപ്പോൾ കാല് കഴച്ച് വേദനിച്ചിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ആവുന്ന സമയം വരെ ഞങ്ങൾ കണ്ടു കേട്ടോ. അതിന് ശേഷം ഞാനും രമേശേട്ടനും അവിടെ നിന്ന് പോരാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, മനസ്സ് നിറഞ്ഞാണ് വരുന്നത് കേട്ടോ. ഓണമായിട്ട് ഓണംകളി കണ്ടില്ലെങ്കിൽ പിന്നെ എന്തെന്നാ ഉള്ളതല്ലേ. അങ്ങനെ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന കളിച്ചവരൊക്കെയാണ് കേട്ടോ ഇവർ. അവരൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവരെനിക്ക് മിഠായി ചിപ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാട്ടിക്കരക്കുന്നിൽ നിന്ന് വീട്ടിലേക്കാണ് പോരേണ്ടത് കേട്ടോ. പക്ഷെ വീട്ടിലേക്ക് പോരുന്നതിന് പകരം രമേശ് ചേട്ടൻ എന്നെ മാരേക്കാട് കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്, അവിടേക്കാണ് കേട്ടോ കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞാനൊക്കെ പറയണം എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ രമേശ് ചേട്ടാന്ന്. ഇപ്രാവശ്യം എന്നോട് പറയാണ്ട് നേരെ വണ്ടി അങ്ങോട്ട് വിട്ടേക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. ഇവിടെയാണെങ്കിൽ കാണാൻ അടിപൊളി സ്ഥലമാണ്. ഓണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്താ പറയുക, വെള്ളവും പച്ചപ്പും പാടവും ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് അല്ലേ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നാം. അപ്പോൾ ഇവിടേക്ക് വന്നാലാണ് അതൊരു എന്താ പറയുക, ഓണം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പം പൂർത്തിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് രമേശ് ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെയാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ സൺഡേകളിലും ഇവിടെ ആൾക്കാരുണ്ടായിരിക്കും. കാരണം വൈകിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും വരും. ഒരുപാട് വണ്ടികളും ആൾക്കാരും ഒക്കെ ഇങ്ങനെ സൺഡേകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നാണെങ്കിൽ ഓണം പ്രമാണിച്ചാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുകൾ ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പാടവരമ്പ് ഉണ്ട്. അങ്ങോട്ട് നമുക്ക് ആ പാടവരമ്പത്ത് കൂടെ ഇങ്ങനെ നടന്നൊക്കെ പോവാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ അറ്റത്തൊക്കെയാണ് പോയിരിക്കുന്നത്. പിന്നെ ഈ റോഡിൻ്റെ 2 സൈഡിലാണെങ്കിൽ തട്ടുകടകളൊക്കെ ഉണ്ട്. അവിടെ കിട്ടാത്ത ഫുഡില്ല കേട്ടോ. അപ്പോൾ ആ ഫുഡ് കഴിക്കാനും നടക്കാനും കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഫാമിലികളൊക്കെ വരും കേട്ടോ. അതുപോലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കോളേജിലെ സ്കൂളിലൊക്കെ ഗെറ്റ് ടുഗദറൊക്കെ ഇവിടെ അടുത്തുള്ള തട്ടുകടകളിലൊക്കെ വെച്ചിട്ട് നടക്കും കേട്ടോ. അങ്ങനെ അത്രയും വലിയ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ അടുത്തായിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു അവിടെ കുറച്ച് നേരം ചിലവഴിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ ഓണം വളരെ സന്തോഷമായി കേട്ടോ.
അപ്പോൾ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.